ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചേർന്ന് യുടെ ഹയർച്ചിയെ കുറിച്ച് തന്നെയാണ്. വളരെ നിരാശയോടുകൂടി പറയട്ടെ, ഇവർക്ക് പണം മാത്രമല്ല സ്വബുദ്ധിയും സ്വബോധവും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ഹൈറിച്ചിലെ ആൾക്കാർ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ കമ്പനിയെ പൂട്ടിച്ചത് ശത്രുക്കളാണ് എന്നാണ് പറയുന്നത്. ഈ കമ്പനി നിയമപരമായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നും എല്ലാം അടിമുടി ഓരോ പ്രൊജക്റ്റുകളും തട്ടിപ്പായിരുന്നു എന്നും മനസ്സിലാക്കാൻ എന്തേ ഇവർക്ക് സാധിക്കുന്നില്ല എന്നോർത്ത് ഒരു മിനിറ്റ് മൗനം ആചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഇവർ പറയുന്നത് ഈ കമ്പനിക്കെതിരെ വമ്പൻ ആൾക്കാരാണ് പ്രവർത്തിക്കുന്നത്, അവർക്കൊക്കെ കോടിക്കണക്കിന് പൈസയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിനടക്കം പൈസയാണത്രേ പൈസ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെസ്സേജുകൾ എന്ത് വിലയാണ് ഇവരുടെ മെസ്സേജുകൾക്കുള്ളത്? ബുദ്ധിയില്ലാത്ത, ഒരു വിവേകമില്ലാത്ത മെസ്സേജുകൾ. അത് കളിയാക്കാനായി ആൾക്കാർ ഉപയോഗിക്കുന്നു അല്ലാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് സത്യം. ഇവരെ കളിയാക്കാൻ വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു, അത്രമാത്രം. ഇപ്പോഴും ഇവർ വിചാരിക്കുന്നത് ഇവരുടെ കമ്പനി ലോകത്തെ നമ്പർ 1 കമ്പനി ആയിരുന്നു എന്നാണ്. ഇത് മണി ചെയിൻ ആയിരുന്നു എന്ന് ഇവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവരിപ്പോഴും ചില സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നത് ഈ കമ്പനി നല്ലതായിരുന്നു, പക്ഷേങ്കിൽ ചില ലീഡർമാരാണ് തെറ്റുകാരായി ഉള്ളത് എന്നാണ്. ഇവരുടെ 700 രൂപയുടെ ആ ഒരു ചായപ്പൊടിയും പുതപ്പും വിൽക്കുന്ന ആ സമയത്ത് തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് 150 രൂപയുടെ ചായപ്പൊടിയും 150 രൂപയുടെ പുതപ്പുമായിരുന്നു കൊടുക്കുന്നത്, ഇതിനാണ് നമ്മൾ 700 രൂപ കൊടുക്കുന്നത് എന്ന്. അതിൽ നിന്ന് 2019 ഡിജിറ്റൽ ID എന്ന് പറഞ്ഞ 10,000 രൂപയുടെ പണം സമാഹരണം തുടങ്ങിയപ്പോൾ ആൾക്കാർ നിർത്തിയതാണ്. ഇത് മണി ചെയിൻ ആയിക്കഴിഞ്ഞു, ഇത് പക്ക മണി ചെയിൻ ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇവർ 50,000-ൻ്റെയും 3 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും അതിനുശേഷം 5 ലക്ഷത്തിൻ്റെയും ഫണ്ടുകളാണ് പിരിച്ചിരുന്നത്. ഇതൊക്കെ തന്നെ നിയമപരമായിരുന്നില്ല, അനുവദിക്കുന്നതായിരുന്നില്ല, നിയമപ്രകാരം അനുവദിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേങ്കിൽ ഇവർക്ക് പറയാനുള്ളത് പൂട്ടും വരെ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ട 300 പവനും 1 കോടിയും മോഷ്ടിച്ച ആൾ മോഷ്ടിച്ചത് അറിയുന്നത് വരെ നല്ല മനുഷ്യനായിരുന്നു. കീച്ചേരിയിൽ കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു കളവ് കഴിഞ്ഞ ദിവസം പിടിക്കുന്നത് വരെ ഇദ്ദേഹം അതിലെ പ്രതിയേ ആയിരുന്നില്ല, സംശയമേ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇത് പിടിക്കപ്പെട്ടതിന് ശേഷം ലോകത്തുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തെ കള്ളനാക്കി എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അതിനു മുന്നേ അദ്ദേഹം കള്ളനായിരുന്നില്ല, ആരോടും സംസാരിക്കാത്ത, യാതൊരു പ്രശ്നക്കാരനുമല്ലാത്ത ആളായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ കമ്പനിയുടെ കാര്യവും. പിടിക്കപ്പെടുന്നവരെ അല്ലെങ്കിൽ നിയമം ഇവരെ പിടിക്കുന്നത് വരെ ഇവരുടെ കമ്പനി ലോകത്തെ നമ്പർ 1 കമ്പനിയായിരുന്നു. ചേരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവർ വാഗ്ദാനം ചെയ്തിരുന്ന പണം കൊടുത്തിട്ടുണ്ടായി എന്ന് കരുതി ഇവരുടെ ബിസിനസ് രീതികൾ, ഇവരുടെ ബിസിനസ് നിയമപ്രകാരമായിരുന്നു എന്ന് യാതൊരു വിധത്തിലും സമ്മതിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത് പൂട്ടിയിട്ടും 1 വർഷം, നാളെ അല്ല ഇന്ന് 1 വർഷം പൂർത്തിയാവുകയാണ്. ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ട് ഇവർക്ക് പൂളിംഗം നിലച്ചിട്ട് 1 വർഷം പൂർത്തിയാവുന്നു എന്നുള്ളതാണ്.
എന്നിട്ടും ഇവരെയൊന്നും വേറെയൊന്നും വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, ഇവർക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഈ മണി ചെയിൻ്റെ കണ്ണികളായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാട് ആൾക്കാർക്കുള്ള വിഷമം എന്ന് പറയുന്നത് സമൂഹം ഇവരെ മണീച്ചൻകാരെന്ന് പറയുന്നു എന്നുള്ളതാണ്. അത് തിരുത്താനെങ്കിലും കോടതി ഇവർ മണീച്ചയനല്ല എന്ന് പറഞ്ഞിട്ടെങ്കിലും ഇവരുടെ കമ്പനി അവസാനിപ്പിക്കണമെന്നാണ് ചിലർ കരഞ്ഞു പറയുന്നത്.